എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർ ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ്. കാറ്ററിംഗുകാർ ഒരു തരി പോലും മീൻ കഷ്ണങ്ങൾ പൊടിയാതെ വളരെ പെർഫെക്റ്റ് ആയിട്ടും രുചികരമായിട്ടും തയ്യാറാക്കി കൊടുക്കുന്ന അസല് മീൻ മുളകിട്ടതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു റെസിപ്പി. 15 പേർക്കായിട്ടാണ് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ജനുവരി മാസത്തെ നമ്മുടെ സ്നേഹ സമ്മാനം നൽകുന്നത് പ്രസൂസ് ലൈഫ് സ്റ്റൈലിനാണ്. അപ്പോൾ ഈ ഒരു മെസ്സേജ് കാണുന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1/200 ഗ്രാം അളവില് കേരയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് കറുത്ത കേരയാണ്. കേര 2 വിധത്തിലുണ്ട്, വെളുത്ത കേരയും കറുത്ത കേരയും. ഇനിയിപ്പോൾ നല്ലതുപോലെ കഴുകി ഇതിന്റെ വെള്ളം ഊറ്റി വെച്ചിരിക്കുവാണ്. കാറ്ററിംഗുകാർ ഓർഡറിനനുസരിച്ച് തയ്യാറാക്കി കൊടുക്കുമ്പോൾ ഇതുപോലുള്ള തുണ്ടൻ പീസുകളായിട്ടാണ് എടുക്കുന്നത്. ഇന്നത്തെ ഈ ഒരു മീൻകറി ഒരു 15 പേർക്ക് സെർവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. ഈ ഒരു രീതിയിൽ കറിവേപ്പില നിരത്തി കൊടുക്കുന്നത് നമ്മുടെ കറി അടിയിലൊന്നും പിടിക്കാതിരിക്കാനും നമ്മുടെ മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ്. ഞാനിതുപോലെ കറിവേപ്പില നിരത്തി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കറിവേപ്പില ഇല്ലാത്ത നാട്ടിലാണെങ്കിൽ ഈ ഒരു കറി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ചെയ്യണമെന്നൊന്നുമില്ല. എന്റെ വീട്ടില് ധാരാളം കറിവേപ്പില ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ചട്ടി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ചട്ടി ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവില് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചൂടെ കൊടുക്കാം. വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തുന്ന രീതിയിലേക്കാണ് ആക്കിയെടുക്കേണ്ടത്. ഇനി നമ്മുടെ ചട്ടി ചെറിയ തീയിലിരുന്നു കൊണ്ട് ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ മീൻ കഷ്ണങ്ങൾ ഒന്ന് നിരത്തിയും കൂടെ കൊടുക്കാം. അങ്ങനെ മീൻ കഷ്ണങ്ങൾ മുഴുവനും തന്നെ ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. മീൻ കഷ്ണങ്ങൾ നിരത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലൊക്കെ ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാകാനും പാടില്ല. അതിനുശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരട്ടെ. ആ ഒരു സമയത്ത് 2 ബോൾ വെളുത്തുള്ളിയും 1 വലിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ കറിക്ക് ആവശ്യമായ പുളി ഒന്ന് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 സ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടിയും 3 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവില് ഉലുവപ്പൊടിയുമാണ്. ഈ സമയത്ത് നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ അളവില് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവില് കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. മീൻ കറിയിലേക്ക് കടുക് ചേർക്കുന്നത് മീനിന്റെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ കടുക് നല്ല പോലെ പൊട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളിയുമാണ് ചേർക്കേണ്ടത്. ഞാൻ ഈ ഒരു കറി തയ്യാറാക്കാനും വേണ്ടിയിട്ട് 2 ബോൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും വലിപ്പമുള്ള വെളുത്തുള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ ചെറുതാണെങ്കിൽ ഒരു 3 ബോൾ വെളുത്തുള്ളി എടുത്താൽ മതിയാകും. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ ചട്ടിക്ക് നല്ല ചൂടായിരിക്കും. ആ ഒരു ചൂടൊന്ന് കുറച്ച് കിട്ടുന്നതിനായിട്ട് നമ്മുടെ കറിയുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ എണ്ണയുടെ ചൂടൊന്ന് കുറഞ്ഞു കിട്ടുന്നതാണ്. ഈ ഒരു സമയത്താണ് നമുക്കിതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് പൊടികൾ നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പൊടികളൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാനായിട്ടും. ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് 1 കിലോനും 200 ഗ്രാം അളവുള്ള മീൻ കറിക്ക് ആവശ്യമായ മസാലകളാണ്. ഈ ഒരു കറി 15 പേർക്ക് സെർവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ നമ്മൾ എടുത്തിട്ടുള്ള മസാലകൾ അത്യാവശ്യത്തിനുള്ള എരിവ് മാത്രമാണ് ഉണ്ടാകുക. നിങ്ങൾക്ക് കുറച്ചുകൂടെ എരിവൊക്കെ കഴിക്കാൻ താല്പര്യമാണെങ്കിൽ കുറച്ചുകൂടെ എരിവെല്ലാം ചേർക്കാവുന്നതുമാണ്. അങ്ങനെ നമ്മുടെ മസാലകൾ ചെറിയ തീയിൽ വെച്ച് നല്ലതുപോലെ മുരിഞ്ഞൊന്ന് പാകായി വന്നിട്ടുണ്ട്. മുരിഞ്ഞു വരുമ്പോഴേക്ക് അത്യാവശ്യം നല്ലൊരു മണമൊക്കെ വരും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ള കുടംപുളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത് 1/2 ലിറ്റർ വെള്ളത്തിലാണ്. അതിൽ നിന്ന് കുറച്ച് മാത്രമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പുളിവെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുന്ന സമയത്ത് അരപ്പൊന്നും മുരിഞ്ഞു കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ എരിവ് കുത്തലൊക്കെ ഒന്ന് കുറഞ്ഞും കിട്ടുന്നതാണ്. നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത വെള്ളം നല്ലതുപോലെ വറ്റി ഒന്ന് ഉരുണ്ട് വരുന്ന പാകത്തിലേക്ക് ആയി വരുമ്പോഴാണ് ബാക്കി പുളിവെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് ഇപ്പോൾ കാറ്ററിംഗ് യൂണിറ്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു റെസിപ്പി. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് ഞാൻ ഈ 1 കിലോ മീനിന്റെ അളവ് കാണിക്കുന്നത്.
നമ്മളിന്ന് ഒരു മീൻ എടുത്തിട്ടാണ് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കഷ്ണങ്ങൾ വെച്ചിട്ടാണ് ഞാനിന്ന് കറി തയ്യാറാക്കി എടുക്കുന്നതും. നമ്മൾ ഓർഡറൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലേക്കും കൂടെ കുറച്ച് കറി എടുക്കുന്നതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കഷ്ണങ്ങൾ കൂട്ടിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മസാലപ്പൊടികളും കൂട്ടി വേണം എടുക്കാനായിട്ടും. അങ്ങനെ ബാക്കി പുളിവെള്ളവും കൂടി ചേർത്ത് അരപ്പൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുവാണ്. ഇനി നമ്മുടെ കറി ഒന്ന് തിളച്ച് വരട്ടെ. നല്ലവണ്ണം വെട്ടി തിളച്ച് ഇതിൻ്റെ പച്ചക്കൂത്തൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതിനായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി നല്ല പോലെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്ത് നമ്മുടെ മീൻകറിയുടെ ചാറിന് അത്യാവശ്യം ഉപ്പ് മുൻപന്തിയിലായിരിക്കണം നിൽക്കേണ്ടത്. കാരണം നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കേണ്ടതാണ്. അതുകൊണ്ട് അത്യാവശ്യം ഉപ്പ് കൂട്ടി വേണം നമുക്ക് ചെയ്തെടുക്കാനായിട്ടും. അങ്ങനെ കറി നമ്മുടെ അരപ്പൊക്കെ തിളച്ച് നല്ല കുറുകി വരുന്ന പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ മീൻകറിക്കായിട്ടുള്ള ഓർഡറൊക്കെ നിങ്ങൾ എടുക്കുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം കറി തയ്യാറാക്കി എടുക്കേണ്ടതും. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് മീൻ കഷ്ണങ്ങളൊന്നും പൊടിയാതെ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാനും സാധിക്കുന്നത്. നമ്മളിന്ന് ഈ ഒരു കറി പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പാചകമാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വേണേ കൂട്ടുകാരെ കാണാനായിട്ടും. തിളച്ചു വന്നിട്ടുള്ള ഗ്രേവി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇതുപോലൊരു പഴയ തട്ടം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ തട്ടത്തിന്റെ മേലെയായിട്ട് മീൻ കഷ്ണങ്ങൾ നിരത്തിയ ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി വെച്ച് കൊടുക്കുമ്പോൾ ലെവലാക്കി വേണം വെച്ച് കൊടുക്കാനായിട്ട്. ചരിവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് നിവർത്തി വെച്ച് കൊടുക്കാം. ഇനി മീൻ കഷ്ണങ്ങളിലേക്ക് നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന മീൻ ഗ്രേവി ചേർത്ത് കൊടുക്കാം. മീൻ ഗ്രേവി മുഴുവനും തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു സമയത്തും നമ്മുടെ ഗ്രേവി നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഗ്രേവി മുഴുവനും കറിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തവി ഉപയോഗിച്ച് ഇതുപോലെ മീൻ ചാറ് നമ്മുടെ മീൻ കഷ്ണങ്ങളിലേക്ക് ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും മീൻ ചാറൊന്ന് കോരി ഒഴിച്ചു കഴിഞ്ഞാൽ മീൻ കഷ്ണങ്ങൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് താത്തിയും കൂടെ കൊടുക്കാം. നമ്മളിന്ന് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ മീൻകറി തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത്. ഈ ഒരു രീതിയിൽ മീൻകറി ദം ചെയ്തിട്ട് ഇതുപോലെ കഷ്ണങ്ങൾ വേവിച്ചെടുക്കുമ്പോഴാണ് ഓരോ ആവശ്യങ്ങൾക്കും മീൻകറിയൊക്കെ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാനും സാധിക്കുന്നതും. ഇനി നമുക്ക് മീൻകറിയുടെ ചട്ടി പിടിച്ച് ഇതുപോലെ ഒന്ന് കുലുക്കിയും കൂടെ കൊടുക്കണം. ഇതുപോലെ ചെയ്തെടുക്കുന്നത് നമ്മുടെ മീൻ കഷ്ണങ്ങൾ അടിയിലൊന്നും പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് ചെയ്യേണ്ടതുമാണ്. നമുക്ക് ഈ കറി ഒന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മീൻകറിയുടെ മൂടി ഒന്ന് തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ കറി ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കറിയിൽ അത്യാവശ്യം ചാറൊക്കെ ഒന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടെ കുലുക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് നേരത്തേക്കാണ് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കേണ്ടത്. 10 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മൂടി തുറന്നു നോക്കാം. വീണ്ടും 10 മിനിറ്റിന് ശേഷം ഒന്നുകൂടെ മൂടി ഒന്ന് തുറന്നു നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ കറി ഇതേ ഒരു രീതിയിലേക്ക് ആയി വന്നിട്ടുണ്ട്. മീൻകറിയുടെ എണ്ണ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം ചാറും ഇതിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ കറിക്ക് ഇത്രയും ചാറിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളിത് മുളകിട്ട മീൻകറിയാണ്. ഗ്രേവിയും മീൻ കഷ്ണങ്ങളുമായിട്ട് പൊതിഞ്ഞിരിക്കുന്ന ഒരു പാകത്തിലാണ് നമുക്ക് ആയി കിട്ടേണ്ടത്. അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു തട്ടിൽ നിന്നും മീൻകറി ഒന്നെടുത്ത് മാറ്റാം. തട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി തിളപ്പിച്ചെടുക്കുമ്പോൾ മൂടി തുറന്നു വെച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ടും. ഇപ്പോൾ നമ്മുടെ മീൻകറി നന്നായിട്ട് തന്നെ തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി തിളച്ചൊന്ന് കുറുക്കി വരുന്ന പാകത്തിലേക്കായി വരുമ്പോഴേക്കും ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻകറിക്ക് ഉപ്പോ പുളിയോ പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇങ്ങനെ തയ്യാറാക്കുന്ന മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് നിങ്ങൾക്കിതിലേക്ക് ഒരു നുള്ളു കായപ്പൊടി കൂടെ ചേർക്കാം. കായപ്പൊടി ചേർക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ അതൊന്ന് ഒഴിവാക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പിയിലേക്ക് കായപ്പൊടി ചേർക്കുന്നത് കാണിക്കാതിരുന്നത്. നമ്മുടെ മീൻകറി തയ്യാറാക്കാൻ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയമായപ്പോഴേക്കും നമ്മുടെ കറി നല്ല പോലെ കുറുകിയ പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കറി ഒന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. മൂടി വയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൈകൊണ്ടൊന്ന് തിരുമിയതിന് ശേഷം ചേർക്കാവുന്നതാണ്. വേപ്പില ചേർത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ കറികൾക്ക് പ്രത്യേക ടേസ്റ്റ് കൂടെ കിട്ടുന്നതാണ്. ശേഷം പെട്ടെന്ന് തന്നെ മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ട് തന്നെ കാറ്ററിംഗുകാർ ഓർഡർ അനുസരിച്ച് തയ്യാറാക്കി കൊടുക്കുന്ന മുളകിട്ട മീൻകറി ഇവിടെ റെഡിയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ഈ ഒരു മുളകിട്ട മീൻകറി നിങ്ങൾ കൂടുതൽ അളവിലേക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതിലേക്കുന്ന ചേരുവകൾ ഒന്ന് കൂട്ടിയെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.
ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കൂടാതെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്താം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.